നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമാണ്. അതിനായി തയ്യാറെടുക്കുകയാണ് ഓരോ വിശ്വാസികളും. ആഘോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മൈലാഞ്ചിയും. പാറ്റേണുകളുടെയും ഡിസൈനുകളുടെയും കൊണ്ട് മനോഹരമായിട്ടാണ് മൈലാഞ്ചി വരയ്ക്കുന്നത്. വരച്ച് കുറച്ച് കഴിഞ്ഞാൽ ചുവന്ന് കൈകൾക്കും ഭംഗി നൽകുന്ന മൈലാഞ്ചി നമ്മുടെ ചർമ്മത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നും അപകടമാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. കറുപ്പ് അല്ലെങ്കിൽ വെളുത്ത മൈലാഞ്ചി എന്നൊന്നില്ല. യഥാർത്ഥ മൈലാഞ്ചി ഓറഞ്ച് തവിട്ട് നിറമാണ്. എന്നാൽ കറുത്ത മൈലാഞ്ചിയിൽ ഭൂരിഭാഗം എയർ ഡൈകളിൽ കാണപ്പെടുന്ന PPD എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഹെയർ ഡൈയിൽ PPD ഒരു സാധാരണ രാസവസ്തുവാണ്. പക്ഷേ സാന്ദ്രത സാധാരണയായി 3% താഴെയാണ്. ഇത് തലയോട്ടിയിൽ തൊടാൻ അനുവദിക്കരുതെന്ന മുന്നറിയിപ്പുണ്ട്. എന്നിരുന്നാലും ചില കറുപ്പും വെളുപ്പും മൈലാഞ്ചിയിൽ PPD ഉള്ളടക്കം ബ്രാൻഡും ഉറവിടവും അനുസരിച്ച് 10 മുതൽ 40% വരെ ഉയരും. ഉയർന്ന സാന്ദ്രതയിൽ PPD ചർമ്മത്തിൽ പ്രയോഗിക്കുമ്പോൾ ചുവപ്പ്, വീക്കം, കുമിളകൾ, വേദനാജനകമായ കെമിക്കൽ പൊള്ളൽ, കൂടാതെ പാടുകൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർ പറയുന്നു. ചിലത് ഭേദമാകാൻ മാസങ്ങൾ എടുത്തേക്കാമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അത് ഒരിക്കലും പൂർണ്ണമായും മാഞ്ഞു പോകാത്ത ഒരു ടാറ്റു ആകൃതിയിലുള്ള പാടായി അത് മാറും. ലോസോണിയ ഇനർമിസ് എന്ന ചെടിയിൽ നിന്നാണ് സ്വാഭാവിക മൈലാഞ്ചി വേർതിരിച്ചെടുക്കുന്നത്. ഇത് ചർമ്മത്തിൽ പുരട്ടുമ്പോൾ ദോഷകരമായ ഫലങ്ങളില്ലാതെ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ചുവപ്പ് ലഭിക്കും. എന്നിരുന്നാലും സിന്തറ്റിക് മൈലാഞ്ചി ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കും. അതേസമയം മൈലാഞ്ചി പ്രകൃതിദത്തമായ മൈലാഞ്ചിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് സുരക്ഷിതമെന്ന് ഡോക്ടർ പറയുന്നു.